സിന്ദൂരരേഖ ഭാഗം 45. പിന്നെയും പോയി ഒരു സിനിമയൊക്കെ കണ്ടിട്ടാണ് രണ്ടുപേരും തിരികെ ഫ്ലാറ്റിലേക്ക് എത്തിയത്. അപ്പോഴേക്കും അമ്മാളു നന്നായിട്ട് തന്നെ ടയേർഡായി. റൂമിലെത്തി ഒന്ന് കുളിച്ചു കഴിഞ്ഞ് അമ്മാളു കട്ടിലിലേക്ക് വീണു. അതുമാത്രമേ അവൾക്ക് ഓർമ്മയുണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്കും അവൾ ഗാഢമായ നിദ്രയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. മനു വാങ്ങിച്ച സാധനങ്ങളൊക്കെ ഒന്ന് വെച്ച് കുളിച്ചൊക്കെ കഴിഞ്ഞു വന്ന് നോക്കിയപ്പോൾ അമ്മാളു നല്ല രീതിയിൽ ഉറക്കം പിടിച്ചിട്ടുണ്ട്. മനു അവളുടെ മറുവശത്തായി കിടന്നു. ക്ഷീണമുണ്ടെങ്കിലും അവൻ ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. അവൻ അരികിൽ കിടക്കുന്ന അമ്മാളുവിനെ ഒന്ന് തലചരിച്ച് നോക്കി. ഇരുട്ടിൽ അവളെ കാണാനാവുന്നില്ലെങ്കിലും ജനലിലെ കർട്ടൻ്റെ ഇടയിലൂടെ നേരിയ രീതിയിൽ കടന്നു വരുന്ന നിലാവെളിച്ചത്തിൽ അവൻ അവളുടെ മുഖമൊന്ന് കണ്ടു. ഈ പെണ്ണൊരു രക്ഷയില്ലല്ലോ ദൈവമേ എന്നവൻ മനസ്സാലെ ഓർത്തുപോയി. എത്രയൊക്കെ വേണ്ട എന്ന് കരുതി അകറ്റി മാറ്റാമെന്ന് കരുതിയാലും കാന്തം പോലെ ഒട്ടിവരും. എന്നാലും തന്നെ ഇങ്ങനെ സ്നേഹിക്കാൻ എന്താണ് കാരണമെന്ന് ചോദിച്ചതിന് അവൾ ഉത്തരം പറഞ്ഞില്ല. അവൻ ഓർത്തു, എൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നീ തന്നെ എന്നെ വേണ്ടെന്ന് വെച്ച് പോകും. അതിനു മുന്നേ ഞാനായിട്ട് തന്നെ എന്തെങ്കിലും ചെയ്തത് നിന്നെ എൻ്റെ ജീവിതത്തിൽ നിന്ന് നീക്കും സംസ്കൃതി. ഞാൻ കാരണം ഇനിയും ഒരാളും കൂടി എല്ലാവരുടെ മുന്നിൽ നാണം കെടുന്നതും മോശമാകുന്നതും എനിക്ക് കാണാൻ പറ്റില്ല. അവളെ അങ്ങനെ നോക്കിക്കിടക്കെ മനു മനസ്സിൽ ചിന്തിച്ചു. അവൻ്റെ ഉള്ളിൽ പലവിധ ചിന്തകളായിരുന്നു. ഒടുവിൽ ഒരുപാട് ആലോചനകൾക്കും ചില തീരുമാനങ്ങൾക്കുമൊക്കെ ശേഷം അവൻ പതിയെ ഉറക്കത്തിലേക്ക് വഴുതി വീണു. ഹസ്ബൻഡും വൈഫും കൂടി ഹണിമൂൺ ആഘോഷിക്കുമായിരിക്കും അല്ലേ? രാവിലെ എഴുന്നേറ്റ് മനു എക്സിബിഷൻ നടക്കുന്ന ഇടത്തേക്ക് പോയി കഴിഞ്ഞ് ജോലികളൊക്കെ തീർന്ന് വെറുതെ ഇരിക്കുന്ന സമയത്താണ് അമ്മാളുവിൻ്റെ ഫോണിലേക്ക് പെട്ടെന്നൊരു മെസ്സേജ് വരുന്നത്. നമ്പർ കണ്ടപ്പോൾ തന്നെ അനവധിയാണതെന്ന് അവൾക്ക് മനസ്സിലായി. എടുത്തു നോക്കിയപ്പോൾ ഇന്നലെ തങ്ങൾ മാളിൽ പോയപ്പോൾ അറിയാതെ എടുത്തിരിക്കുന്ന ഒരു ഫോട്ടോയും ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ തന്നെ അമ്മാളുവിന് ആകെ ദേഷ്യമാണ് തോന്നിയത്. അതേ ദേഷ്യത്തോടെ തന്നെ അവൾ അതിന് റിപ്ലൈ അയക്കാൻ ഫോൺ എടുത്തു. അനുവാദമില്ലാതെ ഞങ്ങളുടെ ഫോട്ടോ ഒരു പബ്ലിക് പ്ലേസിൽ വെച്ച് എടുക്കുന്നതിന് കേസ് ഫയൽ ചെയ്യാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല. ഇത് ലാസ്റ്റ് ആയിരിക്കണം. ഇനി ഇങ്ങനെ ആവർത്തിച്ച റെസ്റ്റ് വിൽ ബി ഡൺ ബൈ ലീഗലി. അത്രമാത്രം മെസ്സേജ് അയച്ചുകൊണ്ട് അമ്മാൾ ഫോൺ മാറ്റിവെച്ചു. അവൾക്ക് ആകെ ദേഷ്യമാണ് തോന്നിയത്. ഈ കാര്യം അമ്മയോട് പറയണമെന്ന് കരുതി അമ്മാളും അമ്മയെ വിളിച്ചു. അമ്മയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അമ്മ കുറച്ച് സമയമൊന്നും മിണ്ടിയില്ല. അവൾ വിളിക്കാറുള്ള നമ്പർ എനിക്ക് അയക്ക്, ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം. അത്രമാത്രം പറഞ്ഞ് അമ്മ ഫോൺ വെച്ചു. അമ്മ പറഞ്ഞതുപോലെ തന്നെ അവൾ മെസ്സേജ് അയക്കാറുള്ള നമ്പർ എടുത്ത് അമ്മയ്ക്ക് അയച്ചു കൊടുത്തു. മാത്രമല്ല മനുവിനോട് ഇക്കാര്യം പറഞ്ഞാലോ എന്നും അമ്മാളും ആലോചിച്ചു. എങ്കിലും അത് വേണ്ടെന്ന് തന്നെ മനസ്സ് പറഞ്ഞു. അമ്മ അങ്ങനെ പറഞ്ഞ് ഫോൺ വെച്ച് കഴിഞ്ഞ് പിന്നീട് അങ്ങനെ മെസ്സേജ് ഫോൺ കോളൊന്നും അവൾ ചെയ്തിട്ടില്ല. അങ്ങനെ മനു വരാൻ സമയമായപ്പോൾ തന്നെ അവനെ കാത്തുന്ന പോലെ ലിവിങ് ഏരിയയിൽ തന്നെ ഇരിക്കുവാണ് അമ്മാളു. കോളിംഗ് ബിൽ അടിക്കുന്നത് കേട്ടതും അമ്മാളു ആവേശത്തോടെയാണ് പോയി വാതിൽ തുറന്നത്. പക്ഷേ മുന്നിൽ അക്ഷയ് നിൽക്കുന്നത് കണ്ടതും അമ്മാളു അവനെ സംശയത്തോടെ നോക്കി. മനുവേട്ടൻ എവിടെ? സാറിന് വയ്യ, നല്ല പനിയാണ്. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയപ്പോൾ അവിടെ അഡ്മിറ്റാക്കി. അക്ഷയ് പറഞ്ഞതും അമ്മാളും അവനെ ഞെട്ടലോട് നോക്കി. ഇന്നവൻ തന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ടില്ല. അല്ലെങ്കിൽ ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ വിളിക്കുന്നതാണ്. താൻ അങ്ങോട്ട് വിളിക്കാറില്ല. അവൻ തിരക്കിലാണെങ്കിൽ ശല്യം ചെയ്യണ്ടല്ലോ എന്ന് കരുതിയാണ് വിളിക്കാത്തത്. ഇന്നിപ്പോൾ വിളിക്കാതെ ആയപ്പോൾ അവൻ എന്തെങ്കിലും തിരക്കായിരിക്കുമെന്നാണ് കരുതിയത്. മനുവേട്ടൻ ഒന്നും വിളിച്ചു പറഞ്ഞില്ലല്ലോ? രാവിലെ വന്നപ്പോൾ സാറിന് വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഉച്ചയായപ്പോഴാണ് പനി തുടങ്ങിയത്. അപ്പോൾ തന്നെ ഞങ്ങൾ സാറിനോട് തിരികെ വീട്ടിലേക്ക് പൊക്കോളാൻ പറഞ്ഞതാ. അത് കൂട്ടാക്കിയില്ല. വൈകുന്നേരം ആയപ്പോഴേക്കും നല്ല രീതിയിൽ പനി കൂടി. ഇപ്പോൾ ഒരു കണക്കിനാണ് സാറിനെ കൂട്ടി ഹോസ്പിറ്റലിലേക്ക് പോയത്. അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് അഡ്മിറ്റ് ആക്കണമെന്ന് പറഞ്ഞത്. അപ്പോൾ അവിടെ ആരാ മനുവേട്ടിന് കൂട്ട്? കൂടെ ഇപ്പോൾ ഉള്ള 1-2 പേരവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ വന്ന് മാമിനെ വിളിച്ചുകൊണ്ട് പോകാമെന്ന് കരുതി. അക്ഷയ് പറഞ്ഞതും ഇനിയൊരു നിമിഷം അവിടെ നിൽക്കാതെ അമ്മാൾ വേഗം തന്നെ ഫ്ലാറ്റ് പൂട്ടി ഇറങ്ങി. ഹോസ്പിറ്റലിലേക്ക് പോകുന്ന നേരം അവളുടെ ഹൃദയം വല്ലാതെ ഇടിക്കുന്നുണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും ഒരു നോക്ക് അവനെ കണ്ടാൽ മതി എന്ന് തോന്നിപ്പോവുമായിരുന്നു. ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ കാഷ്വാലിറ്റിയിലാണ് അവനെ കിടത്തിയിരിക്കുന്നത്. അമ്മാൾ ഓടുകയായിരുന്നു എന്ന് തന്നെ പറയാം. അവിടെ എത്തി നോക്കുമ്പോൾ ഡ്രിപ്പൊക്കെ ഇട്ട് കിടക്കുവാണ് അവൻ. കണ്ണുകൾ അടച്ച് കിടക്കുന്നത് കണ്ടപ്പോൾ അവൻ ഉറങ്ങുകയാണ് എന്നാണ് അമ്മാൾ കരുതിയത്. പക്ഷേ അമ്മാളും അടുത്തേക്ക് എത്തിയപ്പോൾ അവളുടെ സാന്നിധ്യം അറിഞ്ഞതുപോലെ അവൻ കണ്ണു തുറന്നു. താനെങ്ങനെ വന്നു എന്ന് ചോദിച്ച് പെട്ടെന്ന് അവൻ കട്ടിലിൽ നിന്ന് എഴുന്നേക്കാൻ ഒരുങ്ങി. വേണ്ട, എഴുന്നേക്കാൻ നിൽക്കണ്ട, കിടന്നോ. എഴുന്നേൽക്കാൻ ഒരുങ്ങി അവനെ ഷോൾഡറിൽ പിടിച്ച് തിരികെ അവിടെ തന്നെ കിടത്തിക്കൊണ്ട് അമ്മാളു പറഞ്ഞു. എന്നെ അക്ഷയ് കൊണ്ടുവന്നു. അമ്മാളു പതിയെ അവനോട് പറഞ്ഞു. ഇവനെക്കൊണ്ട് താൻ വരേണ്ട കാര്യമൊന്നും ഉണ്ടായില്ല. ഞാൻ ഈ ട്രിപ്പ് കഴിയുമ്പോൾ തിരികെ വീട്ടിലേക്ക് വരുമായിരുന്നു. പിന്നെ ഇന്നിവിടെ ഒബ്സർവേഷനിലായിരിക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അപ്പോഴേക്കും അക്ഷയ് അങ്ങോട്ട് വന്നുകൊണ്ട് പറഞ്ഞു. അമ്മാളും അത് കേട്ടതും മനുവിനെ ഒന്ന് നോക്കി. എനിക്കിങ്ങനെ ഹോസ്പിറ്റലിൽ കിടക്കാനൊന്നും പറ്റില്ല. നമുക്കിന്ന് തന്നെ തിരികെ ഫ്ലാറ്റിലേക്ക് പോകാം. മനു അത് നടക്കില്ലെന്ന രീതിയിൽ തിരികെ പറഞ്ഞു. ഡോക്ടർ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, അതുപോലെ ചെയ്യാം. അമ്മാളും അങ്ങനെ പറഞ്ഞതും മനു പിന്നെയൊന്നും മിണ്ടിയില്ല.
ഇടയ്ക്ക് ഒരു നേഴ്സ് വന്ന് ഡ്രിപ്പ് തീരുകയാണെങ്കിൽ അത് നേഴ്സസ് റൂമിൽ വന്ന് പറയണമെന്ന് പറഞ്ഞു. മനു കണ്ണുകൾ അടച്ചു കിടക്കുകയാണ്. അവൻ ഉറക്കം വരുന്നുണ്ടെന്ന് മനസ്സിലായപ്പോൾ അമ്മാളു ഒന്നും മിണ്ടാതിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ അവൻ തനിയെ ഉറങ്ങിപ്പോവുകയും ചെയ്തു. ഡ്രിപ്പ് തീർന്നു കഴിഞ്ഞപ്പോൾ അക്ഷയ് തന്നെയാണ് നേഴ്സസ് റൂമിൽ പോയി പറഞ്ഞത്. അവർ വന്ന് ഡ്രിപ്പ് അഴിക്കുന്ന സമയം മനു ഉണരുകയും ചെയ്തു. ഇനി പോകാമല്ലോ, വേറൊന്നും ചെയ്യാനില്ലല്ലോ. ഡ്രിപ്പ് ഊരി കഴിഞ്ഞപ്പോൾ തന്നെ മനു ആദ്യം അതാണ് തിരികെ ചോദിച്ചത്. നേഴ്സാണെങ്കിൽ അവനെയും അമ്മാളുവിനെയും ഒക്കെ മാറി മാറി നോക്കുന്നുമുണ്ട്. മാഡം, വി കാൺ ഡു എനിത്തിങ്, ഡിസ്ചാർജ് വിൽ ബി ഓൺ നെക്സ്റ്റ് ഡേ. അത് പറഞ്ഞ് നേഴ്സ് തിരികെ പോയി. മനുവേട്ടാ, ഇന്നൊരു ദിവസം ഇവിടെ കിടക്ക്, നല്ല പനിയുള്ളതല്ലേ, നമുക്ക് നാളെ പോവാം. നോ സംസ്കൃതി, എനിക്ക് വീട്ടിൽ പോകണം, ഐ കാൺ സ്റ്റേ ഹിയർ. ഇത്ര നേരം സാധാരണയായി സംസാരിച്ചുകൊണ്ടിരുന്ന അവൻ്റെ ശബ്ദം പെട്ടെന്ന് ഗൗരവത്തിലായതും അമ്മാളും അവനെ ഒന്ന് നോക്കി. നോക്കുമ്പോൾ അവൻ്റെ മുഖത്തും ഗൗരവം നിറഞ്ഞു നിൽക്കുന്നു. തിരികെ പോകണമെന്ന് മനസ്സിലവൻ തീരുമാനിച്ചു കഴിഞ്ഞുവെന്ന് അമ്മാളുവിന് മനസ്സിലായി. ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്നറിയാം. അതുകൊണ്ട് പിന്നെ അവളൊന്നും മിണ്ടിയില്ല. അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു ഡോക്ടറോട് പോയി സംസാരിച്ചു. മരുന്നൊക്കെ തന്ന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നാളെ വരാൻ പറഞ്ഞ് രാത്രി തന്നെ ഡിസ്ചാർജ് ചെയ്ത് തന്നു. അമ്മാളും ഒന്നും മിണ്ടിയില്ല. അവൻ എന്താണ് തീരുമാനിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ അങ്ങനെ തന്നെ ചെയ്യട്ടെ എന്ന് കരുതി. കാറിലേക്ക് തിരികെ ഫ്ലാറ്റിലേക്ക് പോകുമ്പോൾ അമ്മാളും ഒന്നും മിണ്ടിയില്ല. ഒന്നുമില്ലെങ്കിലും വയെങ്കിൽ തന്നെ ഒന്ന് വിളിക്കായിരുന്നില്ലേ? താൻ അത്രയ്ക്ക് അന്യാണോ? അല്ലെങ്കിൽ വീട്ടിലേക്ക് വരായിരുന്നല്ലോ. അമ്മാളു ഓരോന്ന് ഓർത്തുപോയി. എന്തോ അങ്ങനെയൊക്കെ ആലോചിച്ചപ്പോൾ അമ്മാളുവിന് പെട്ടെന്ന് സങ്കടമാണ് തോന്നിയത്. അങ്ങനെയൊക്കെ ആലോചിച്ചപ്പോൾ ഇപ്പോഴും അവൻ തന്നെ അവഗണിക്കുകയാണല്ലോ എന്നാണ് അവളുടെ മനസ്സിലേക്ക് ചിന്ത വന്നത്. തിരികെ ഫ്ലാറ്റ് വരെ അക്ഷയ് കൂടെ വന്നിരുന്നു. ശേഷം അവൻ തിരികെ പോയി. ഇത്ര സമയമായിട്ടും അമ്മാളും അവനോട് എങ്ങനെയുണ്ടെന്നോ കുറവുണ്ടെന്നോ ഒന്നും ചോദിച്ചിട്ടില്ല. മൗനമായി തന്നെ തുടർന്നു. അമ്മാളുവിൻ്റെ നിശബ്ദത മനു ശ്രദ്ധിച്ചുവെങ്കിലും അവനൊന്നും ചോദിക്കാൻ പോയില്ല. വീട്ടിലേക്ക് എത്തിയപ്പോൾ തന്നെ മനു കട്ടിലിലേക്ക് കിടന്നു. കാരണം ശരീരത്തിന് അത്രയും ക്ഷീണവും തളർച്ചയും തോന്നുന്നുണ്ട്. കൂടാതെ മരുന്നിൻ്റെ സെഡേഷനും ഉണ്ട്. അമ്മാളും അടുക്കളയിൽ പോയി കുറച്ച് വെള്ളം കുടിച്ച് തിരികെ വന്നപ്പോഴേക്കും മനു കട്ടിലിൽ കിടന്നുറങ്ങിപ്പോയിട്ടുണ്ട്. അത് കണ്ടതും പിന്നെയും അവനെ വിളിച്ചുണർത്തി വെറുതെ ശല്യം ചെയ്യാൻ നിൽക്കാതെ അമ്മാളു നേരെ മുറിക്ക് പുറത്തേക്ക് ഇറങ്ങുകയാണ് ചെയ്തത്. മനുവിന് പനിയാണെന്ന കാര്യം അമ്മയെ വിളിച്ച് പറയണമെന്ന് കരുതിയെങ്കിലും ഈ രാത്രി സമയത്ത് വെറുതെ അമ്മയെ വിളിച്ച് ടെൻഷൻ ആക്കണ്ടെന്ന് കരുതി അവൾ അമ്മയെ വിളിച്ചില്ല. പിന്നീട് വെറുതെ മനസ്സ് വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ ആലോചിച്ചിരിക്കാൻ നിൽക്കാതെ അമ്മാളുവും കിടന്നു. എങ്കിലും അവന് പനിയാണല്ലോ എന്ന് ആലോചിച്ച് കിടന്നത് കൊണ്ട് തന്നെ അവൾക്ക് ശരിക്കും ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. രാത്രിയാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഉണർന്ന് അടുത്ത് കിടക്കുന്ന മനുവിനെ നോക്കും. അവൻ എന്തെങ്കിലും ആവശ്യമുണ്ടോ, അവൻ എഴുന്നേൽക്കുന്നുണ്ടോ എന്നൊക്കെയായിരുന്നു ഉറക്കത്തിലും അവളുടെ ശ്രദ്ധ. അതുകൊണ്ട് തന്നെ രാവിലെ അമ്മാളു നേരത്തെ തന്നെ എഴുന്നേൽക്കുകയും ചെയ്തു. ഭക്ഷണമൊക്കെ ഇന്നലെ ഉണ്ടാക്കിയത് തന്നെ ചൂടാക്കിയും മറ്റുമൊക്കെ വെച്ചു. ഡോക്ടർ കൊടുത്തു വെച്ചിരിക്കുന്ന മരുന്നൊക്കെ എടുത്തു നോക്കി. അതിൽ നിന്നും അവന് രാവിലെ കഴിക്കാനുള്ളതൊക്കെ എടുത്തു വെച്ചു. അങ്ങനെ അടുക്കളയിൽ നിൽക്കുന്ന സമയത്താണ് ഹാളിൽ മനു വന്നിരിക്കുന്നത് അവൾ അവിടെ ഇരുന്ന് തന്നെ കണ്ടത്. ഡ്രസ്സൊക്കെ മാറി വന്നിരിക്കുന്നത് കണ്ടപ്പോൾ മേലൊക്കെ കഴുകിയാണ് വന്നിരിക്കുന്നത് എന്ന് മനസ്സിലായി. അവനോടൊന്നും മിണ്ടാതെ അവൻ്റെ മുന്നിലൂടെ മുറിയിലേക്ക് പോയി. അവിടെ നിന്നും കഴിക്കാനുള്ള മരുന്നുകളൊക്കെ എടുത്തുകൊണ്ടുവന്ന് ഒരു ഗ്ലാസ് വെള്ളവും മരുന്നും അവന് നേരെ നീട്ടി. അവനും മറ്റൊന്നും ചോദിക്കാൻ നിൽക്കാതെ അവളുടെ കയ്യിൽ നിന്ന് അത് വാങ്ങി കഴിക്കുകയും ചെയ്തു. ഒരു ടാബ്ലറ്റ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് വേണം കഴിക്കാൻ. ഫുഡ് എടുത്തു വെച്ചിട്ടുണ്ട്, വന്ന് കഴിക്ക്. ഗൗരവത്തിൽ പറഞ്ഞുകൊണ്ട് അമ്മാളു ഡൈനിങ് ടേബിളിലേക്ക് പോയിരുന്നു. ശേഷം അവൾക്കുള്ളത് എടുത്ത് കഴിക്കാൻ തുടങ്ങി. അവളുടെ ആ പ്രവൃത്തി കണ്ടപ്പോൾ മനു ആകെ ഒന്ന് ഞെട്ടി. അവളുടെ മാറ്റങ്ങളൊക്കെ അവൻ പതിയെ തിരിച്ചറിയാൻ തുടങ്ങി. എങ്കിലും അപ്പോഴും അതെന്തുകൊണ്ടാണെന്ന് അവളോട് എടുത്തു ചോദിക്കാൻ നിൽക്കാതെ അവൻ വന്നിരുന്ന് ഭക്ഷണം കഴിച്ചു. അന്നത്തെ ദിവസം മുഴുവൻ ഇങ്ങനെ തന്നെ തുടർന്നു. മനുവിനാണെങ്കിൽ മരുന്ന് കഴിക്കുന്ന ആ ഒരു കുറച്ച് സമയത്തേക്ക് മാത്രമാണ് പനിയൊന്ന് ഒതുങ്ങി നിൽക്കുന്നത്. മരുന്നിൻ്റെ എഫക്റ്റ് കഴിയുമ്പോഴേക്കും പൂർവാധികം ശക്തിയോടെ പനി വീണ്ടും തിരികെ വരികയാണ്. അന്നത്തെ ദിവസം മുഴുവൻ നോക്കിയിട്ടും അങ്ങനെ തന്നെ ആയതുകൊണ്ട് പിറ്റേ ദിവസം ഹോസ്പിറ്റലിൽ പോകാമെന്നാണ് അമ്മാള് തീരുമാനിച്ചിരിക്കുന്നത്. രാത്രി കിടന്നുറങ്ങുന്ന സമയം മനു എന്തൊക്കെയോ ശബ്ദങ്ങൾ ഉണ്ടാക്കുന്ന സ്വരം കേട്ടുകൊണ്ടാണ് അമ്മാളു ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണരുന്നത്. അവൾ വേഗം തന്നെ ചാടി എഴുന്നേറ്റ് ഹെഡ് ലാമ്പ് ഓണാക്കി. നോക്കുമ്പോൾ പുതപ്പ് പുതച്ച് കിടക്കുകയാണ് മനു. അവൻ്റെ മുഖം ഇടയ്ക്ക് ചുളിയുന്നുണ്ട്. ഇടയ്ക്ക് വേദനയോടെയുള്ള ശബ്ദങ്ങളും. എഴുന്നേറ്റുടനെ അമ്മാളു ആദ്യം ചെയ്തത് വേഗം പോയി AC ഓഫാക്കിയതാണ്. അത് ഓഫാക്കി കഴിഞ്ഞ് മനുവിനെ നോക്കി. അവൻ്റെ നെറ്റിയിൽ തൊട്ട് നോക്കുമ്പോൾ നല്ല രീതിയിൽ പനിയുണ്ട് അവനിപ്പോഴും. തുടരും. അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പാർട്ടായിട്ട് നാളെ വരാട്ടോ. ബൈ.